തകർത്തു, പിള്ളേരെ ഏറ്റെടുത്തു. ആവേശമാണ്, ഇനി മൊത്തത്തിൽ ആവേശമാണ്. നമ്മളിതുവരെ കാണാത്ത ഒരു പാപ്പയാണ്. മീൻസ് സൂപ്പർ. രംഗ ക്യാരക്ടറിന് 100% ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ആവേശം കൊള്ളിക്കുന്ന പടം തന്നെയാണ്. അടിയായാലും ശരി, ചിരിയായാലും ശരി, എല്ലാം ഒരേപോലെ. നല്ല ഉന്മാദത്തിൽ കാണാൻ പറ്റിയൊരു പടമാണ്. ഭയങ്കര പവറാണ് പടത്തിന്. റോമാഞ്ചത്തിനേക്കാളും ഒന്നും കൂടി ഒരു പടിക്ക് മുകളിൽ നമുക്ക് ആവേശം പറയാം. ഫഫയുടെ ഒരു അഴിഞ്ഞാട്ടം വേറൊരു സാധനമാണ് പിടിച്ചേക്കുന്നത്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ പകുതി മാത്രമല്ല, എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. ആവേശം ഫഹദ് ഫാസിലിന്റെ പ്രത്യേക അഭിനയം, അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ പടത്തിൽ സീരിയസ് ആണ്, പക്ഷെ നമുക്ക് ചിരിക്കാനുള്ള കുറേ സംഭവം ഉണ്ട് ഇതിനകത്ത്. എല്ലാവരും വന്ന് കാണും. ഫഫ അഴിഞ്ഞാടോ ശരിക്കും നല്ലതാണോ, ഒരു ഒറ്റയ്ക്ക് ആയിരുന്നു അഴിഞ്ഞാടോ. മൊത്തത്തിൽ ഒരു ആവേശമാണ് ആ ടൈറ്റിൽ. നല്ല പടം ഹിറ്റാ. സജിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രോമാഞ്ചത്തിലെ സജിൻ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫഹദും കിടിലായിട്ട് ഒരു റീഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് തന്നെ പറഞ്ഞത്. അങ്ങനത്തെ സെറ്റപ്പ് തന്നെയാണ്. പുതിയൊരു ക്യാരക്ടറായിട്ട് ചെറിയൊരു സൈക്കോ സെറ്റപ്പ്, പക്ഷേ കിടിലൻ. അത് ആവശ്യം കൊള്ളിച്ചു. ഡയലോഗ് രസമുണ്ട്. ഏട്ടാ മോനെ നിങ്ങൾ ഇന്നൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു രക്ഷയില്ല. ഡിഫറെൻറ്റ് ലുക്കിലൊക്കെ വന്നൊക്കെ ഉണ്ട്. നൈസാണ്, കിടിലൻ. കോസ്റ്റ്യൂമും എല്ലാം ലുക്ക് മാസ് നൈസായിട്ട്. മാസ് പ്ലസ് കോമഡി രീതിയിലാണ് പിടിച്ചേക്കണത്. നൈസായിട്ടുണ്ട്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ പകുതി മാത്രമല്ല, എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. തകർത്തു, പിള്ളേരെ ഏറ്റെടുത്തു. ആവേശമാണ്, ഇനി മൊത്തത്തിൽ ആവേശമാണ്. വിഷു തകർത്തു. മ്യൂസിക് തിയേറ്ററിൽ വന്ന് കാണണം. മസ്റ്റ് വാച്ച്. തിയേറ്റർ വാച്ച് പടമാണ്. ആവേശം തകർത്തുണ്ട് പടം. മസ്റ്റ് വാച്ച്. പിന്നെന്താ, ഇനി രംഗണ്ണന്റെ സ്റ്റൈലുകൾ ഇറങ്ങും. പിള്ളേരൊക്കെ ആവേശത്തിലാവും. മാലൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് കണ്ടില്ലേ ട്രെയിലറിൽ? ആ വൈബായിരിക്കും. തകർത്തു. ആവേശം വിഷു കൊണ്ടുപോയി. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളി. നൈസ്. നമുക്ക് ഒരു ആവേശം ഉണ്ടാകുന്ന ഒരു സിനിമ തന്നെയാണ്. നൈസ്. പക്ക എന്റർടൈനറാണ്. തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ആണ്. സജിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാസ്റ്റിങ്ങൊക്കെ അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും പക്ക എന്റർടൈനറാണ്. പിടിച്ചെടുത്തോളാം. ഫഹദ് ഫാസിൽ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ തകർത്ത് ഇതാണ്. അങ്ങനെ അഴിച്ചു വിട്ടേക്കാണ് ഫഹദ് ഫാസിലിനെ. അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളിയാണ്. പിന്നെ സജിൻ ഗോപു, പിന്നെ ആ 3 പിള്ളേർ എല്ലാവരും അടിച്ചു തകർത്തുണ്ട്. പടം എൻ്റർടൈൻമെൻറ്റ് പടമാണ്. ആദ്യം മുതൽ അവസാനം വരെ മാസ് പടമാണ്. മാസ് എല്ലാ യൂത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലിക്കും കുഴപ്പമില്ല, നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന പടമാണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫഹദ് തകർത്തിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാവരും തകർത്തിട്ടുണ്ട്. ഫഹദിനൊക്കെ പെർഫോമൻസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒരു ഷെമ്മിനെ കൂടി കണ്ടാണ്. കുറച്ച് ഒരു സൈക്കോ പോലത്തെ ഒരു ക്യാരക്ടറാണെങ്കിലും പക്ഷെ നല്ലൊരു കോമഡി രീതിയിൽ അതിൻ്റെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിലൊന്നും തന്നെ കാണണം. കാരണം റോമാഞ്ചത്തിനേക്കാളും ഒന്നും കൂടി ഒരു പടിക്ക് മുകളിൽ നമുക്ക് ആവേശം പറയാം. കാരണം ഇപ്പോൾ എടുത്തു പറഞ്ഞ മറ്റേ ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ജിത്തുവിൻ്റെ ഇപ്പോൾ 2ാമത്തെ ഫിലിം കൂടി ഹിറ്റായി. നല്ല അടിപൊളി പടം. അത് ആ പെർഫോമൻസ് ഫഹദ് കിടന്ന് കളിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. അത് പടം തുടങ്ങി സെക്കൻഡ് ഹാഫ് വരെയുള്ള ഒരു കുറച്ച് സമയം കൊണ്ടുള്ള കുറച്ച് കളിയുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കുറേ നാൾക്ക് ശേഷം ഒരു അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി നമുക്ക് അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ പിള്ളേരുടെ കൂടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും വന്നിട്ട് അടിപൊളിയായിട്ട് നല്ല ഉന്മാദത്തിൽ കാണാൻ പറ്റിയൊരു പടമാണ്. ഭയങ്കര പവറാണ് പടത്തിന്. വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മളിതുവരെ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു പശ്ചാത്തലവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും കന്നഡ ബേസ്ഡ് ആണ്. ഇതെനിക്ക് തോന്നുന്നു മോസ്റ്റ് കേരളം വിട്ട് പുറത്തും അതിന് ഓൾ ഇന്ത്യ രീതിയിൽ നല്ലപോലെ സക്സസ് ആകും പടം. രോമാഞ്ച പോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ അവസ്ഥകൾ കാണിക്കുന്ന ആ അവസ്ഥകളൊക്കെ അടിപൊളിയായിട്ട് പിന്നുണ്ട്. പിന്നെ ഫഹദിൻ്റെ ക്യാരക്ടർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്, പൊളിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണും. വേർത്താണ്. ഭയങ്കര ഹാപ്പി വന്നിട്ട്. ഞങ്ങളുടെ ട്രാക്ക് കേൾക്കാൻ വേണ്ടി മാത്രം വന്നാണ്. ടെൻഷനിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ പടം ഭയങ്കര ആസ്വദിച്ചു. ഇന്നായി പോയി കിട്ടില്ല. ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാവരും പോയി കാണാം. ഈ പടം മാത്രമല്ല എല്ലാ പടം കാണും. 3 പടം ഇറങ്ങിയിട്ടുണ്ട്. 3 കാണാം. അടിപൊളിയാണ്. ഈ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മൂവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മൂവീസൊന്നും ഈ അടുത്ത് അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആക്ഷൻ കുറച്ച് കൂടുതലാണ്. ഫൈറ്റ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. അതേസമയം തന്നെ കോമഡിയും ഉണ്ട്. എന്താ പറയുക, എല്ലാം ഉണ്ട്. ഒരു ഫൺ ഫിൽഡ് മൂവിയാണ്. എനിക്കിഷ്ടമാണ് റൊമാൻസ്. ഞാനെന്ത് പറയാനാണ്, പടം കണ്ടിറങ്ങി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പടം പോയി എല്ലാവരും പോയി കാണും. അതെനിക്ക് പറയാനുള്ളൂ. ഏതാ? ഇല്ല, കണ്ടായിരുന്നു. ഇപ്പോൾ അത് 2ാമത്തെ തവണയാണ് കാണുന്നത്. അപ്പോൾ നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും. അത് പറയാമല്ലോ എങ്ങനെയെന്ന് പറയും. പടം ഇനി ആൾക്കാർ കാണാത്ത എങ്ങനെയെന്ന് നോക്കിയിട്ട്
ശരി. എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ കാണാൻ പോവാണ് ഇപ്പോൾ തന്നെ. അതുപോലെ സൂപ്പർ പടമാണ്. പെർഫോമൻസ് നമ്മളിതുവരെ കാണാത്ത ഒരു പാപ്പയാണ്. മീൻസ് സൂപ്പർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് പറയേണ്ടത്, കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഞാനിപ്പം പറയുന്ന വെച്ചിട്ട് നോക്കി നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടത്തില്ല. Fantastic, amazing, great experience. More than saying my performance, I think it's the teamwork that has helped come out, made this movie, to that extent. And though being a martial artist, they actually guided me through how to exactly, perform in the movie. So it was a different experience. He's an amazing. I don't have words to, express about him. He's simply fantastic. നല്ലതായിരുന്നു, നല്ല ഫിലിമാണ്. ലൈക്ക് ഫുൾ എനർജി ആയിട്ടുള്ളൊരു സിനിമയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും കാണാം. പറയാനില്ല, വേറെ ലെവലാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒന്നും പറയാൻ അതെ എന്ന് വേണം പറയാം. മൊത്തത്തിൽ മ്യൂസിക്കായാലും ഫൈറ്റായാലും എല്ലാം പുതിയ ന്യൂ കമേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു എനർജി, ഫുൾ എനർജി പാക്ഡ് മൂവി. ഇഷ്ടപ്പെട്ടു, അടിപൊളി. രോമാഞ്ചം കണ്ട ഇപ്പം ആവേശം. അതെ കാരണം ഫുൾ എനർജിയാണ്. ലൈക്ക് നമുക്ക് അവസാനം വരെ എനർജി നമ്മൾ ഇരുത്തും സീറ്റിൽ. ആവേശം തന്നെയാണ്. മ്യൂസിക് ടു ഗുഡ്. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് മ്യൂസിക്കാണ് ഭയങ്കര നമ്മളെ ക്യാച്ച് ചെയ്തിട്ട് ഇരുത്തുന്നത്. പിന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അമ്മയായിട്ട് അഭിനയിക്കുന്ന അവർ, പിന്നെ പുതിയ പിള്ളേരും അതെ. ഫഹദ് പിന്നെ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. ഫഹദ് ഇനിയും കുറേ നമുക്ക് പെർഫോമൻസ് തരാണ്ടെന്ന് തോന്നും കാണുമ്പോൾ. അടിപൊളി. സീൻ മാറും, ഷുവറാ മാറി കഴിഞ്ഞെന്ന് തോന്നും. അടിപൊളി. താങ്ക് യു.